ഡ്യൂട്ട്സ് ആൻഡ് ഡുഡറ്റ്സ്. എൻ്റെ പേര് പറയുന്നതാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് 4th ഡയമെൻഷനിലാണോ അതോ 3 ഡയമെൻഷനിലാണോ? അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ജീവിക്കുന്നത് 3 ഡയമെൻഷനിലല്ല മറിച്ച് 4th ഡയമെൻഷനിലാണ് എന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് ഡയമെൻഷൻസ്, എന്താണ് സംഭവം എന്നാണ്. അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും വളരെ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിതൗട്ട് ഫർദർ ado, ലെറ്റ്സ് ചേസ് ടു ദ കട്ട്. ഈ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഈ സ്ട്രിംഗ് തിയറി അനുസരിച്ച് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗ്രിഡ് സങ്കല്പിക്കുക. അതായത് ഒരു ഗ്രിഡ് പോലെയാണ് നമ്മൾ യൂണിവേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഒരു ഗ്രിഡ് പോലെയാണ് നമ്മുടെ യൂണിവേഴ്സ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അതിൽ ഒരു സ്പേസ്, ആ വൈറ്റ് സ്പേസ് കാണുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു വൈറ്റ് സ്പേസ് മൊത്തം 0 ഡയമെൻഷൻ യൂണിവേഴ്സാണ്. അതെങ്ങനെയാണ് 1 ഡയമെൻഷൻ ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒരു ലൈൻ, ആ ഓരോ ലൈൻ, അതിൽ ഒരു ലൈൻ മൊത്തം എടുക്കുകയാണെങ്കിൽ ആ ഗ്രിഡിലെ എല്ലാ 0 ഡയമെൻഷൻസിനെയും, അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ മാത്രമുള്ള 0 ഡയമെൻഷനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക എന്ന് വിചാരിക്കുക. അതാണ് അങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് 1 ഡയമെൻഷൻ കിട്ടുക. ഒരേ ലൈനിലുള്ള ധാരാളം 0 ഡയമെൻഷൻസ് കൂടുമ്പോഴാണ് നമുക്ക് 1 ഡയമെൻഷൻ കിട്ടുക. അതേപോലെ ഈ ലൈൻ, ഇതേ മാത്രമല്ല വേറെയും പല ലൈൻസും കൂടെ ഉണ്ട് അതിൽ. അപ്പോൾ ഒരു ലൈൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷനിലാണെങ്കിൽ ആ ഒരു ഗ്രിഡിലെ ഏകദേശം എല്ലാ ലൈനും കൂടി ചേർന്നാൽ അത് 2 ഡയമെൻഷനിലാവും. അങ്ങനെയാണ് ഈ ഡയമെൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം 0 ഡയമെൻഷൻസ് കൊണ്ടാണ് 1 ഡയമെൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ധാരാളം 1 ഡയമെൻഷൻസ് കൊണ്ടാണ് 2 ഡയമെൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ധാരാളം 2 ഡയമെൻഷൻസ് കൊണ്ടാണ് 3 ഡയമെൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ധാരാളം 3 ഡയമെൻഷൻസ് കൊണ്ടാണ് 4th ഡയമെൻഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ 2 ഡയമെൻഷനിൽ നിന്ന് 3 ഡയമെൻഷൻ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സ്, വൈ, അത് മാത്രമല്ല സെഡും കൂടിയുണ്ട്. അതായത് ഏകദേശം ഒരു 3D പോലെ ഉള്ള സംഭവമാണ് 3 ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ മാരിയോ ഗെയിം കളിക്കുമ്പോൾ ഉള്ളൊരു സംഭവമാണ് 2D എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ PUBG ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോവാം, മേലോട്ട് പോകാം, താഴോട്ട് പോകാം, ചാടാനൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ 3 ഡയമെൻഷണൽ വ്യൂ ആണ്. നമ്മൾ പണ്ട് മാരിയോ കളിക്കുമ്പോൾ ആ മാരിയോയിലുള്ള സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ 2D എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതൊരു 2D യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവമാണ്. പക്ഷേ PUBG എന്നുപോലുള്ള അഡ്വാൻസ് ഗെയിംസ് ഒക്കെ കുറച്ചും കൂടി 3D എന്ന ലെവലിലെത്തി. അപ്പോൾ 2D എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു A4 ഷീറ്റ് പേപ്പറാണ് ഒരു 2D എന്ന് വിചാരിക്കുക. അങ്ങനെ ധാരാളം A4 ഷീറ്റ് പേപ്പറുകൾ അടുക്കി വെക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ബുക്കൊക്കെ സങ്കല്പിക്കുക. ആ ബുക്ക് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ 3 ഡയമെൻഷൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ധാരാളം 2 ഡയമെൻഷൻസ് കൂടി ചേർന്നാണ് നമുക്ക് 3rd ഡയമെൻഷൻ കിട്ടുന്നത്. ഇനി പലരും പറയുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നത് 3 ഡയമെൻഷനിലാണ്, പക്ഷേ ടൈമും ഒരു ഡയമെൻഷൻ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 4th ഡയമെൻഷനിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡയമെൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലവും ലെഫ്റ്റ് എത്ര വീതിയുണ്ട്, ആ യൂണിവേഴ്സ് എത്ര വീതിയുണ്ട്, നീളമുണ്ട് എന്നതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതേപോലെയാണ് നമ്മൾ 1D 2D 3D അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കൊരിക്കലും ഈ റിവേഴ്സ് ഗിയർ എടുത്ത് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് പിന്നിലോട്ട് പോയി ഒരിക്കലും മുന്നിലോട്ട് പോകാൻ പറ്റില്ല.
അതൊക്കെ ഈ ഡയമെൻഷൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ ടൈം ഒരു ഡയമെൻഷൻസ് ആവുമ്പോൾ, ഡയമെൻഷൻസ് എന്ന് പറയുന്നത് സ്പേസിനെയാണ് പറയുന്നത്. അപ്പോൾ സ്പേസും ടൈമും ഒന്നാണ്, അപ്പോൾ ടൈമും ഒരു ഡയമെൻഷൻസ് അല്ലേ? അങ്ങനെയൊക്കെയാണ് ഈ ചോദ്യം വരുന്നത്. പക്ഷേ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ആണെങ്കിലും, ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റാണ്. ഇപ്പോൾ മാറ്ററും ആൻറ്റി മാറ്ററും ഉണ്ട്. എന്തുകൊണ്ടാണ് മാറ്ററും ആൻറ്റി മാറ്ററും ഉണ്ട്, എന്തുകൊണ്ടാണ് ഇലക്ട്രോണും പോസിട്രോണും ഉണ്ട് എന്ന് പറയുന്നത്? അത് ഞാൻ 1 ഇലക്ട്രോൺ യൂണിവേഴ്സ് എന്നൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. പക്ഷേ ഇതാണ് അത് കണ്ടാലേ കൂടുതൽ മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ ചുരുക്കി പറയാം. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ വിരലാണ് നമ്മൾ ജീവിക്കുന്ന ആ ടൈം വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈമിൽ നിന്ന് നമ്മളെപ്പോലെ ഫോർവേഡ് പോകുന്ന ഇലക്ട്രോൺ ആണ്, അല്ലെങ്കിൽ ഒരു ആറ്റമാണ് നമ്മളിപ്പോൾ കാണുന്ന ആറ്റമല്ല. എന്നാൽ ഈ ടൈമിന് തിരിച്ചു വരുന്ന ബിഗ് ബാങ്ങിൽ തട്ടി, ബിഗ് ബാങ് ആയിരിക്കും ഒറിജിൻ ഓഫ് ടൈം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബിഗ് ബാങ്ങിൽ നിന്നാണ് ടൈം ഉത്ഭവിച്ചതെങ്കിൽ ആ ഉത്ഭവിച്ച സ്ഥാനത്ത് തട്ടി അത് തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്താണ് ആൻറ്റി മാറ്റർ ഉണ്ടാവുന്നത്. അപ്പോൾ മാറ്ററും ആൻറ്റി മാറ്റർ എന്ന് പറയുന്നത് ടൈം ഫ്ലക്ച്വേഷൻ വഴി സംഭവിക്കുന്ന സാധനങ്ങളാണ്. ടൈം മുന്നിലോട്ടും പോവും, അതേപോലെ തന്നെ ചില സമയത്ത് പിന്നിലോട്ടും പോവും. അത് ആറ്റമാണ് മുന്നിലോട്ടും പിന്നിലോട്ടും പോകുന്നു എന്ന് പറയുന്നെങ്കിലും പല ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റിയലിസ്റ്റിക് അല്ല, അത്രയ്ക്ക് ഡയമെൻഷൻ ലൈക്ക് അല്ല. അതുകൊണ്ടാണ് പല സയൻറ്റിസ്റ്റും പല പേപ്പേഴ്സും ഇതിനെതിരായി ഇറക്കിയിട്ടുണ്ട്. അതായത് ടൈം എന്ന് പറയുന്നത് ഡയമെൻഷൻ ആയി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ തിയറി മൊത്തം ബ്രേക്ക് ഡൗൺ ചെയ്യും. 4th ഡയമെൻഷൻ ശരിക്കും പറഞ്ഞാൽ, കാരണം ടൈം അനുസരിച്ചല്ല ഒരു ഡയമെൻഷൻ തീരുമാനിക്കുന്നത്. ടൈമും ഡയമെൻഷൻ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഒരു ടൈമിനെ ഡയമെൻഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അണ്ടിൽ 5D വരെ നമ്മൾ ടൈമിനൊരു ഡയമെൻഷൻസായി കൺസിഡർ ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ടൈം എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻസായി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് പണ്ടുള്ള തിയറി ആയിരുന്നു, പക്ഷെ ഇപ്പൊക്കെ ഏകദേശം മൂവ് ഓൺ ചെയ്തു. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിലത്തൊഴിച്ച വെള്ളം പോലെയാണ്. അതിൽ ഇപ്പം കാണുമ്പോൾ ഏകദേശം സർക്കിളായി തോന്നും, നാളെ കാണുമ്പോൾ അത് നീളമായി തോന്നും. കാരണം ദിവസവും പല റിസർച്ച് പേപ്പേഴ്സും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ധാരാളം നമ്മുടെ ഒബ്സർവേഷൻ യൂണിവേഴ്സിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു പേപ്പർ വായിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു സംഭവമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. എപ്പോഴും പറയും പോലെ പീസ്.